നമസ്കാരം. കുറേ വർഷങ്ങളായി എൻ്റെ ചിന്തയിൽ എപ്പോഴും മനസ്സിലുള്ള ഒരു കാര്യമാണ് നമ്മളുടെ പുരാണങ്ങൾ, ഇതിഹാസം, പിന്നെ കേൾവിയുള്ള ഒരുപാട് കഥകൾ. അത് വീഡിയോ രൂപത്തിൽ എപ്പോഴും യൂട്യൂബിലും മറ്റുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹം. അതിൻ്റെ കാരണമുണ്ട്, ചെറുപ്പം മുതലേ എനിക്ക് ഈ പുസ്തകങ്ങളോട് ഒരു എക്സ്പോഷർ കിട്ടി. പിന്നെ എന്തുകൊണ്ടും ഞാൻ വായിക്കാനും തുടങ്ങി. അതുകൊണ്ട് എനിക്ക് ചെറുപ്പത്തിൽ കിട്ടിയ ഒരു കോമൺ സെൻസ്, നമ്മൾ പറയുമല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യം, ഇപ്പൊ കലികാലമാണ് എന്നത് എല്ലാവർക്കും അറിയാം എന്നൊരു ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അടുത്ത കാലം വരെ എപ്പോഴൊക്കെ എൻ്റെ അനിയത്തിയോടോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനോടൊക്കെ ഇത് കലികാലല്ലേ, അതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കാം എന്ന് പറഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡാണ് ചോദിച്ചത്, കലികാലം എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും എനിക്ക് ഒരുതരം ഷോക്കായിരുന്നു. അപ്പോൾ ഞാൻ കോമൺ സെൻസ് അഥവാ പൊതുവായിട്ട് എല്ലാവരും അറിയുന്ന കാര്യം എന്ന് വിചാരിക്കുന്നത് അതുപോലെയല്ല. എനിക്ക് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പോലെ എല്ലാവർക്കും അറിയണമെന്നില്ല എന്നൊരു വിചാരം എനിക്ക് മനസ്സിലായി. അപ്പോൾ തൊട്ടുണ്ട് ഇനി എന്തായാലും അധികം വൈകിക്കാതെ തുടങ്ങണമെന്ന്. ഇന്നാണ് ആ സുദിനം, ഇന്നാണ് സമയം ആയതെന്ന് തോന്നുന്നു. അപ്പോൾ അധികം വൈകാണ്ട് തുടങ്ങാണ്. ആദ്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, എൻ്റെ കയ്യിൽ എത്തിപ്പെട്ട ഒരു പുസ്തകം അവതാര കഥകൾ. അത് പല പല പുരാണങ്ങളിലെയാണ്. തുടക്കം വെച്ചിരിക്കുന്നത് വിഷ്ണു പുരാണം. അപ്പോൾ ആ പുസ്തകമാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. ഞാൻ വായിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ അതിൽ നിന്നാവട്ടെ ആദ്യത്തെ കഥ എന്ന് വിചാരിച്ചു. ഇതിനേക്കാളൊക്കെ ഫസ്റ്റ് ഇതെല്ലാം മനസ്സിലായല്ലോ. ആദ്യത്തെ കാര്യം, പുരാണം എന്നെല്ലാവരും പറയണ്ടല്ലോ. അപ്പം എന്തായി പുരാണം? പുരാണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ മുന്നിക്ക് പോകണം. വേദങ്ങൾ. വേദം എന്ന് കേൾക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ. വേദവ്യാസ മഹർഷി വേദങ്ങൾ രചിച്ചിട്ടുണ്ട്. ആ വേദങ്ങളുടെ തന്നെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് വേദവ്യാസൻ ഉണ്ടാക്കിയ അല്ലെങ്കിൽ എഴുതിയിട്ടുള്ളതാണ് 18 പുരാണം എന്നാണ് ഐതിഹ്യം. അപ്പോൾ 18 എന്ന് പറയുന്ന നമ്പറും നമുക്ക് ഒരുപാട് നിത്യജീവിതത്തിൽ ഒരുപാട് വലിയ പ്രാധാന്യമാണ്, പ്രത്യേകിച്ചും ഹിന്ദു ധർമ്മത്തിലേക്ക് വരുമ്പോൾ. ഇത് പക്ഷേ ഈ കഥകൾ ഒരിക്കലും ഒരു മതത്തിനോട് ബന്ധപ്പെട്ടല്ല. അതിനേക്കാളും കൂടുതൽ ഉപരിയായിട്ട് ഇത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇന്ത്യയിൽ, നമ്മുടെ ഭാരതത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളുടെ ആർട്ട്, കൾച്ചർ, ഇത് കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്. ഈ കഥകളിൽ കൂടെ നമ്മൾക്ക് വരുന്ന അറിവുകളുണ്ടല്ലോ, അത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയാൻ തുടങ്ങുമ്പോൾ. അപ്പോൾ തുടങ്ങല്ലേ. ആദ്യത്തെ കഥ തുടങ്ങുന്നത് കുറേ മുന്നിൽ, സമയം പിന്നോട്ട് പോട്ടെ. അവിടെ മഹാഭാരത യുദ്ധം കഴിഞ്ഞു. പാണ്ഡവരും കൗരവരും തമ്മിലുള്ള ആ ഗംഭീരമായിട്ടുള്ള ഘോര യുദ്ധം അവസാനിച്ചു. പാണ്ഡവർ വിജയികളായി. അതിനുശേഷം അവരുടെ എല്ലാവരുടെയും സമയം, അതായത് ഈ ഭൂമിയിലെ സമയം അവസാനിച്ചവർ കാലഹരണപ്പെട്ട് അവർ സ്വർഗാരോഹണം ചെയ്യാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരുഷൻ, പ്രതിപുരുഷൻ, അവതാര പുരുഷനായ ശ്രീകൃഷ്ണനും ഈ യുഗത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ യുഗത്തിൽ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. ഇത്രയാണ് ഇതിന്റെ സെറ്റിംഗ് തുടങ്ങുന്നത്. അവിടെ നിന്നാണ് വിഷ്ണു പുരാണത്തിന്റെ തുടക്കം. അവിടെ അപ്പൊ പാണ്ഡവർ പോകുമ്പോൾ, പാണ്ഡവരുടെ ഈ രാജ്യഭരണം, ഹസ്തിനാപുരി എന്നാണ് പാണ്ഡവര് ഭരിച്ചിരുന്ന രാജ്യം. ആ ഹസ്തിനപുരി ഭരിക്കാൻ ഒരാൾ വേണ്ടേ, ഒരു ചക്രവർത്തി വേണ്ടേ? അതിന് ഒരേ ഒരാളാണ് ബാക്കി ഉണ്ടായിരുന്നത്. അതെന്തുകൊണ്ടാണ് ഈ ഒരേ ഒരാൾ എന്നൊക്കെ നമുക്ക് മഹാഭാരതത്തില്, അതിന്റെ കഥകൾ ഇനി നമുക്ക് ഇങ്ങനെ എൻ്റെ ഈ കഥ സീരീസ് തുടരുകയാണെങ്കിൽ നമ്മൾ വീണ്ടും അതിലേക്കൊക്കെ വരും. പക്ഷെ ഇവിടെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, പാണ്ഡവരുടെ കൗരവരുടെ എല്ലാവരുടെയും പിൻതലമുറയിൽ ഒരേ ഒരാളാണ് ഉണ്ടായിരുന്നത്. പാണ്ഡവരുടെ പിൻതലമുറയിലെ ആളാണ് പരീക്ഷിത്. പരീക്ഷിത് എന്ന പേരിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരൊറ്റ വാക്കിൽ ഞാൻ പറയാം, ദ്രോണരുടെ മകൻ, ദ്രോണാചാര്യരുടെ മകനായ അശ്വത്ഥാമാവ് ഏറ്റവും വികൃതമായ മനസ്സിന് അടിമപ്പെട്ടുകൊണ്ട് പാണ്ഡവരെ മുച്ചൂടും ഉന്മൂലനം ചെയ്യണമെന്ന് വിചാരിച്ചു. അതായത് പാണ്ഡവരെ മാത്രമല്ല, അവരുടെ പിൻതലമുറക്കാർ ആരും തന്നെ ബാക്കി ഉണ്ടാവരുത്. അതിനുവേണ്ടി ഒരു ആയുധം പ്രയോഗിച്ചു, ബ്രഹ്മാസ്ത്രം. ആ പേരിൽ തന്നെയുണ്ട്, ബ്രഹ്മന്റെ അസ്ത്രം. ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, എല്ലാ സൃഷ്ടിയും ചെയ്യുന്നതാണ് ബ്രഹ്മദേവൻ. അപ്പൊ ബ്രഹ്മ അസ്ത്രം ഉപയോഗിച്ചിട്ട് എല്ലാവരും, ഈവൻ ആ സമയത്ത് അർജുനന്റെ പുത്രനായ അഭിമന്യു, ആളുടെ
ഭാര്യ ഉത്തരയുടെ ഗർഭത്തിൽ ഉണ്ടായിരുന്ന ഫീറ്റസ് അതാ ഗർഭസ്ഥ ശിശുവിനെ കൂടി വധിക്കാൻ ആൾ തീരുമാനിച്ചു, വധിച്ചു. പക്ഷേ ആ സമയത്ത് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യൻ അവിടെ ഉണ്ടല്ലോ, മനുഷ്യനല്ല അവതാര പുരുഷൻ കൃഷ്ണൻ, അദ്ദേഹത്തിന്റെ ഒരു പരീക്ഷണ രൂപത്തിൽ ആ ഗർഭസ്ഥ ശിശുവിനെ രക്ഷപ്പെടുത്തി. അതാണ് ആ പരീക്ഷണത്തിന്റെ അവനന്തരഫലമാണ് പരീക്ഷിത്. ഇതാണ് പരീക്ഷത്തിന്റെ കഥ. പരീക്ഷിതാണ് ഹസ്തിനപുരി രാജാവായത്. രാജാവായി അദ്ദേഹം, അപ്പോ ശ്രീകൃഷ്ണൻ കൊടുത്ത ജന്മം, അദ്ദേഹം ശ്രീകൃഷ്ണ ഭക്തൻ, എല്ലാ കാര്യങ്ങളിലും ധർമ്മിഷ്ഠൻ, എല്ലാ പ്രജകൾക്കും എല്ലാം ചെയ്യാൻ ദാനധർമ്മങ്ങൾ, അതുപോലെ ഭക്തി എല്ലാം കൊണ്ടും തികഞ്ഞ ധർമ്മിഷ്ഠൻ. അപ്പൊ എല്ലാവർക്കും സുഖവും എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു രാജ്യഭരണം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ രാജാക്കന്മാർക്കൊക്കെ അന്നത്തെ കാലത്ത്, ഇപ്പോ ഇല്ല, നമ്മൾ ബ്രിട്ടീഷുകാരുടെ സമയം വരെ ഉണ്ടായിരുന്നു നായാട്ട്, മൃഗയ വിനോദം, മൃഗങ്ങളെ കൊല്ലുക. അതെപ്പോ ഈ പരീക്ഷത്തിന്റെ സമയത്ത് അദ്ദേഹം എപ്പോഴൊക്കെയാണ് ഈ മൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ച് അത് ഭയങ്കര പ്രശ്നമാകുന്നത്, മൃഗങ്ങൾക്കും ജനങ്ങൾക്കും പ്രശ്നം വരുന്നത്, ആ സമയത്താണ് ആൾ പോയിട്ട് നായാട്ടിനെ ചെന്ന് കുറച്ചൊക്കെ കൊന്നൊടുക്കുന്നത്. അല്ലാതെ അനാവശ്യമായ ഒരു ഹിംസ വിനോദമായിരുന്നില്ല, അതുകൂടെ മനസ്സിലാക്കുക. എന്നിട്ട് പരീക്ഷിത്ത് ഇതുപോലെ ഒരു മൃഗവിനോദത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ഒരു ഘോരമായിട്ടുള്ള കാഴ്ചയുണ്ട്. ഘോര കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു പശുവിനെ കൊല്ലാൻ നിൽക്കുന്ന കരാളൻ അഥവാ കാട്ടാളൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ റേസിസ് ആവും കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ പറയും ഒരു പ്രത്യേക കാസ്റ്റിനെ ജാതിനെ താട്ടി, അങ്ങനെയല്ല. അന്നത്തെ സമയത്ത് കാട്ടാളൻ കരാളൻ എന്ന് പറയുന്നത് അത്രയും ഹിംസ ചെയ്യുന്നവരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരാള് ഗോമാതാവിനെ, പശുവിനെ, അത് അന്നും ഇന്നും നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അത്രയും ക്രൂരമുള്ള പ്രവർത്തിയാണ്. ആ ഗോമാതാവിനെ കൊല്ലാൻ നിൽക്കുന്നു. അത് കണ്ട പരീക്ഷത്തിന് ആകെ ദേഷ്യം വന്ന് കോപിച്ചുകൊണ്ട് ഓടി ഇട്ട് പറഞ്ഞു, നിക്ക് പാപി, എന്താണ് നീ ചെയ്യുന്നത്, അവിടെ നിൽക്കുക. എന്നിട്ട് ഈ പറഞ്ഞുകൊണ്ട് ചെന്നു. അവിടെ നിൽക്കുന്ന ആ ഒരു ഗോമാതാവിന്റെ രൂപം ധരിച്ചിരിക്കുന്നത് ഭൂമിയും കാട്ടാളന്റെ രൂപമായിരിക്കുന്ന പരീക്ഷന്റെ മുമ്പിൽ നിൽക്കുന്നയാള് കലി അവതാരമാണ്. ഈ ഒരു മൊമെന്റിൽ ഒരു കാര്യം കൂടെ പറയാം. കലി അവതാരം എന്ന് ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും അത് അറിയണമെന്നില്ല, ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ശ്രീകൃഷ്ണൻ ഒരു അവതാരമാണ് വിഷ്ണുവിന്റെ. അങ്ങനെ 10 അവതാരങ്ങളുണ്ട്, ദശാവതാരം. അതിലെ അവസാനത്തെയാണ് കലി. ആ കലിയുഗമാണ് ഇപ്പൊ നടക്കുന്നത്. നമ്മളും ആ കലിയുഗത്തിന്റെ ഭാഗമാണെന്നാണ് ഐതിഹ്യം അഥവാ കേൾവി. ഇനി നമുക്ക് തിരിച്ചു വരാം. അപ്പോ കലിനെ കണ്ട് ഈ കലി പശുവിനെ, ഗോമാതാവിനെ, ഭൂമി എന്ന ഗോമാതാവിനെ കൊല്ലാൻ നിൽക്കുന്ന കാഴ്ച കണ്ടിട്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി. പരീക്ഷിച്ചെന്നു. പരീക്ഷത്തിന്റെ അടുത്ത് അതേസമയം കലി തട്ടിക്കയറാണ്. എന്തു പറഞ്ഞിട്ട്, ഇത് എന്റെ യുഗമാണ്, കലിയുഗമാണ്, നിങ്ങൾക്ക് എന്ത് അധികാരമാണ് എന്നെ പിടിച്ചു നിർത്താനുള്ളതെന്ന് പരീക്ഷിത്ത്. പക്ഷെ ഒരു കാര്യം നമ്മളോട് മനസ്സിലാക്കണം. ഒന്നാമത് പരീക്ഷിത്ത് ജനിച്ചത് തന്നെ ഒരു അവതാര പുരുഷന്റെ വരായിട്ടാണ്. പിന്നെ അദ്ദേഹം തുടർന്നു വന്നിരിക്കുന്ന ധർമ്മങ്ങളും ധർമ്മനിഷ്ഠയും ഭക്തിയും എല്ലാം ശ്രീകൃഷ്ണനോട് ബന്ധപ്പെട്ടാണ്. അപ്പൊ അദ്ദേഹത്തിന് അത്രയും കഴിവുണ്ട്, ആൾക്ക് പിടിച്ചു നിർത്താൻ പറ്റും കലിയെ. അത് ആ പിടിച്ചു നിർത്തിയപ്പോൾ കലി പിന്നെ കേണ് അപേക്ഷിക്കാൻ തുടങ്ങി. എന്റെ യുഗത്തിൽ ഞാൻ എങ്ങോട്ട് പോകും, ഇത് എന്റെ യുഗമാണ്, കൃഷ്ണൻ വന്നതുപോലെ തന്നെയാണ് ഞാനും വന്നിരിക്കുന്നത്. ഇത് എന്റെ യുഗം, ഞാൻ എങ്ങോട്ട്, എനിക്ക് തിരിച്ചു പോകാൻ ഒരിടവില്ല, ഞാൻ എങ്ങോട്ട് പോകണം, അങ്ങ് തന്നെ പറഞ്ഞോളൂ. പരീക്ഷയ്ക്ക് ഉത്തരം കൊടുത്തതൊന്നാണ്, അങ്ങനെയാണെങ്കിൽ എന്റെ സമയം കഴിയുന്നിടത്തോളം എന്റെ രാജ്യത്ത് എനിക്ക് പ്രവേശനമില്ല. പക്ഷേ എക്സെപ്ഷൻസ് എപ്പോഴും ഉണ്ടല്ലോ, അതല്ലേ, എക്സെപ്ഷൻസ് ആർ ദേർ, എന്തും പോളിസിയുടെ ഇടയിൽ ഉണ്ടാവുന്നു. അതുപോലെ ആൾ പറഞ്ഞു, പക്ഷേ എവിടെയൊക്കെ ചൂത്, പകിടകളി അതൊക്കെ ഉണ്ടോ, ഉദാഹരണം ഈ ചൂത് പകിട എന്ന് പറയുന്നത് പണ്ടത്തെ രീതി. ഇപ്പോഴത്തെ പറയുമ്പോൾ ബെറ്റിങ്, ഗാംബ്ലിങ്, ചീട്ട്, കാശ് വെച്ച് കളിക്കുക, ചീട്ട് മാത്രമല്ല പലതും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറയാം Dream11, അപ്പൊ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. റമ്മി, അങ്ങനെ ഒരുപാട് പേരിൽ പല പല ആപ്പുകളും ഇപ്പൊ ഉണ്ട്, ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ചൂതുകളി, പകിടകളി നടക്കുന്നിടത്ത്. രണ്ടാമത് സ്വർണം, ധനം വ്യാപാരം നടക്കുന്നിടത്ത്.
അപ്പോൾ സ്വർണത്തിന്റെ കഥ നമുക്കിപ്പോൾ പറയണ്ടല്ലോ. കാലാകാലങ്ങളിലെ റെക്കോർഡുകളൊക്കെ ഭേദിച്ച് സ്വർണ്ണവില എവിടെയോ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാലും നമ്മളുടെ കേരളീയർക്ക് ഏറ്റവും പ്രധാനം എന്താ? ആ പെൺകുട്ടിക്ക് എത്ര സ്വർണം കിട്ടി? 100 പവനോ? പോരാ. നമുക്ക് 100 പവനൊന്നും ഒന്നും അല്ല. ഈ കാശ് പോയി എവിടെ നിന്നാണ് കൊണ്ടുവരുന്നതെന്ന് അറിയില്ല. ഇപ്പോ അതും നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ. അതുപോലെ ഹിംസ, അതായത് വയലൻസിന്റെ പ്രവൃത്തിയുള്ളവർക്ക് മദ്യം ഇപ്പോൾ ഒരു സോഷ്യൽ ഒക്കേഷന്റെ ഭാഗമായിട്ട് നിർബന്ധമാണ്. മദ്യം കുടിക്കാത്തവരൊന്നും ഒന്നുമല്ല. മദ്യം, ഡ്രഗ്സ്, അത് മദ്യമൊക്കെ കഴിഞ്ഞിപ്പോ. മദ്യം തുടക്കം, അതിന് മുകളിലേക്കാണ് മയക്കുമരുന്ന് കഴിഞ്ഞ് അതിന്റെ മുകളിൽ ഇപ്പം എന്തൊക്കെയോ വരുന്നു, എന്തൊക്കെയോ പേരുകളിൽ പല പല ഡ്രഗ്സുകൾ വരുന്നു. അപ്പൊ ഇങ്ങനെയുള്ളടത്ത് നിനക്ക് താമസിക്കാം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തു. അതോടെ കലി ഭൂമിയെ വിട്ട് അപ്രത്യക്ഷമായി. അപ്പൊ ഇതാണ് ആദ്യത്തെ കഥ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പുരാണം എന്ന് പറഞ്ഞത് എഴുതി തള്ളാനുള്ളതാണ്. ഇത് എത്രയോ കൊല്ലങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, അതിനു മുകളിൽ ശതാബ്ദങ്ങളായിട്ടുള്ള ഈ കഥയില് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ചൂതുകളിയും പകിടകളിയും ഒക്കെ ഒരുപാട് മുന്നിലേക്ക് വരും. ഇപ്പോ ഈ കലികാലം ഇപ്പൊ നടക്കുന്നത് എന്ന് പറയുമ്പോൾ അതന്നെയല്ലേ നടക്കുന്നത്. എവിടെയാണ് Dream11 IPL സ്പോൺസർ ചെയ്യുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ്, ഏത് രീതിയിലാണ് നമ്മുടെ കലികാലം എത്തിച്ചേർന്നിരിക്കുന്നത്. അടുത്തത് സ്വർണത്തിന്റെ വില നമുക്കൊന്നും അറിയണ്ടല്ലോ. പക്ഷെ എന്നിരുന്നാലും എല്ലാ മാതാപിതാക്കളും എങ്ങനെയും പെൺമക്കളെ കല്യാണം കഴിപ്പിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആൺമക്കളുടെ കല്യാണം ആണെങ്കിൽ സ്വർണമില്ലാത്ത കളിയില്ല. അത് ഹിംസ, വയലൻസ് ഇല്ലാത്തത്. വയലൻസ് എവിടെയാ ഇല്ലാത്തത്? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് റോഡ് റേജ്. റോഡിലുണ്ടാവുന്നതൊക്കെ കേൾക്കാണല്ലോ. ആക്സിഡന്റുകൾ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? എല്ലാവരും ഒരു റേജിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. വയലൻസ് ആണ് മനസ്സിൽ. അത് വയലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലഡ് വരണം, രക്തം ചിന്തണമെന്നില്ല. മനസ്സിൻ്റെ ഉള്ളിലെ ചിന്തകൾ തന്നെ വയലന്റ് ആയാൽ മതി. ഇവിടെയെല്ലാം കലിയുടെ സാന്നിധ്യം ഉണ്ടാവുന്ന പറയണേ. പിന്നെ മദ്യത്തിന്റെ കാര്യം പറയണ്ട. മദ്യം, ഡ്രഗ്സ്, എവിടെയൊക്കെയാണ് നമ്മൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒക്കെ ഒരു അതിപ്രസരം കലിയുഗത്തിൽ ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം. അതേസമയം ഈ കലിയുഗത്തിനെ പിടിച്ചു നിർത്തിയ പരീക്ഷത്തിന്റെ ഫലം എന്തായിരുന്നു? ധർമ്മനിഷ്ഠ. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യം കൃത്യമായി ആരെയും ഉപദ്രവിക്കാതെ നമ്മളുടെ കടമകൾ ചെയ്യുക. അതേസമയം തന്നെ ഡിവോഷൻ, അത് ഏത് ഡിവോഷൻ ആയിക്കോട്ടെ. ചിലർക്ക് ദൈവങ്ങളിലാകാം, ചിലർക്ക് അവനവന്റെ ജോലിയിലാകാം. ആ ഡിവോഷൻ എത്രയും കൂടുന്നോ അത്രയും നമ്മൾക്ക് ഈ കലിയെ പിടിച്ചു നിർത്താം. നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാത്ത വിധത്തിൽ പിടിച്ചു നിർത്താൻ പറ്റും. അപ്പോൾ നാമം ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് കലിയുഗത്തില് എന്ന് ഒരു കേട്ടുകേൾവിയുണ്ട്. അതുകൂടെ ഞാൻ അവിടെ പറയാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് ഒരിക്കലും പുരാണം എന്ന് പറഞ്ഞാൽ എഴുതി കളഞ്ഞ് തളയപ്പെട്ടതല്ല. ഇപ്പോഴും പ്രസക്തിയുള്ള കണ്ടംപററി ലൈഫിൽ കൂടെ ഒരുപാട് പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത കഥയിൽ വീണ്ടും വരാം. നമസ്കാരം.